രാജ്യസുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ നയപരമായ തീരുമാനം എടുക്കേണ്ടത് സർക്കാരെന്ന് ഹൈക്കോടതി. അഗ്നിപത് സ്കീം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഇടപെടാനാകില്ലെന്നും കോടതി. ഹർജി ഹൈക്കോടതി തള്ളി. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്നിപത് സ്കീം ചോദ്യം ചെയ്ത് വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 28 പേർ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരാണ് നയപരമായ തീരുമാനം എടുക്കേണ്ടത്. മൗലികാവകാശങ്ങളെ ബാധിക്കാത്ത സാഹചര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് എൻ നഗരേഷ് ഹർജി തള്ളിയത്. അഗ്നിപത് സ്കീം നടപ്പിലാക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. 2020 ആർമി റിക്രൂട്ട്മെന്റ് വിജ്ഞാപന പ്രകാരം അപേക്ഷ നൽകിയവരായിരുന്നു ഹർജിക്കാർ. എന്നാൽ 2022 ഈ റിക്രൂട്ട്മെന്റ് നടപടി അവസാനിപ്പിച്ച സർക്കാർ അഗ്നിപത് സ്കീം കൊണ്ടുവന്നു. തുടർന്നാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അഗ്നിപത് സ്കീം നിയമവിരുദ്ധവും ഏകപക്ഷീയവും ആണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. താൽക്കാലികമായി 4 വർഷം ജോലി ചെയ്തതിനു ശേഷം അഗ്നിവീർ സ്കീമിൽ ഉൾപ്പെട്ടവർക്ക് മറ്റു ജോലി കണ്ടെത്താൻ പ്രയാസമാണെന്നും ശാസ്ത്രീയമായല്ല ഇത്തരമൊരു സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നതെന്നുമായിരുന്നു ഹർജിയിലെ മറ്റൊരു വാദം. അതേസമയം അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ തടയുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഗ്നിപത് സ്കീം നടപ്പിലാക്കിയതെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എസ് മനു കോടതിയെ അറിയിച്ചു. 4 വർഷത്തെ സേവനത്തിനു ശേഷം അഗ്നിവീർ സ്കീമിൽ ഉൾപ്പെട്ട 25% പേരെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യും. കൂടാതെ 4 വർഷത്തെ പ്രത്യേക പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലിക്കായും ഉപയോഗിക്കാമെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു. ഇക്കാര്യം ഹൈക്കോടതി രേഖപ്പെടുത്തി. കൃത്യമായ പഠനങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ അഗ്നിവീർ സ്കീം നടപ്പിലാക്കിയതെന്നും ഇതിനെതിരായ ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി. ജനം, കൊച്ചി.